ഹൗസിൽ നിന്ന് അൽഫ്രഡ് ഡിസൂസ ചേരുകയാണ് ഇപ്പോൾ. അൽഫ്രഡ്, വലിയ ജനവികാരം ഉണ്ടായിരുന്നു വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ, പാണക്കാട് നിന്നുമൊക്കെ പോയ ആ കോളുകളുണ്ടല്ലോ, അതുപോലെ തന്നെ AICCയിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന്, സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്നൊക്കെ സാദിഖ് അലി ശിഹാബ് തങ്ങളോടൊക്കെ സംസാരിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു വികാരമുണ്ടല്ലോ, അതുതന്നെയല്ലേ വി.ഡി. സതീശനെ സഹായിച്ചത്? വി.ഡി. സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയേണ്ട ആ ഘട്ടത്തിലേക്ക് എത്തിച്ചതിൽ പ്രധാന കാരണം അത് തന്നെയല്ലേ? അൽഫ്രഡിന് കേൾക്കാൻ കഴിയുന്നില്ല. കണ്ടോൺമെന്റ് ഹൗസിലാണ് അൽഫ്രഡ്. കണ്ടോൺമെന്റ് ഹൗസിലാണ് ആ പ്രഖ്യാപനം എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ആവേശം തന്നെയാണ് ഇപ്പോൾ കണ്ടോൺമെന്റ് ഹൗസിൽ. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും കണ്ടോൺമെന്റ് ഹൗസിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയാണ്, കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ ഓഫീസിനകത്തേക്ക് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും കയറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. കണ്ടോൺമെന്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായി കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് അദ്ദേഹം വി.ഡി. സതീശൻ ക്ലിഫ് ഹൗസിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ബാക്കിയുള്ള സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമാണ്. അണികളുടെ ആവേശം അദ്ദേഹത്തിന് ആദ്യം തന്നെ ഈ പ്രഖ്യാപനം വരുമ്പോൾ TV-യിലൂടെ ഈ വാർത്ത കാണുന്നു അണികളൊക്കെ തന്നെയും. ഈ 12 മണി, കൃത്യം 12 മണിക്ക് അതിനൊരു 5 മിനിറ്റ് പോലും ബാക്കിയില്ല. അപ്പോൾ കൃത്യം ഒരു 2 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് വി.ഡി. സതീശൻ എത്തുന്നു. ആ ഒരു കൃത്യ വാർത്താ സമ്മേളനം നടത്തുന്ന ആ നിമിഷം തന്നെ അദ്ദേഹം അവിടെ എത്തുകയും ചെയ്യുന്നു. അതിനുശേഷം വാർത്താ സമ്മേളനം കേൾക്കുന്നു. അദ്ദേഹം എത്തിയപ്പോൾ തന്നെ മുദ്രാവാക്യം വിളിച്ചെങ്കിൽ അദ്ദേഹം വാർത്താ സമ്മേളനത്തിന് ശേഷം മാത്രം ആഘോഷ പ്രകടനം മതിയെന്ന് പറയുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ദിവാദാസ് മുൻഷി പ്രഖ്യാപിക്കുന്നു വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെന്ന്. അപ്പോഴേക്കും വലിയ രീതിയിൽ അണപൊട്ടിയ ആഘോഷ പ്രവാഹമായിരുന്നു, അണികളുടെ പ്രവാഹമായിരുന്നു. ഒടുവിൽ അണികളെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന നേതാക്കളെ നമ്മളിവിടെ കണ്ടോൺമെന്റ് ഹൗസിൽ കണ്ടു. അപ്പോൾ ഇപ്പോൾ എല്ലാവരെയും മാധ്യമങ്ങളെ ആ ഓഫീസ് മുറിയിൽ നിന്ന് മാറ്റി വാർത്താ സമ്മേളനം നടത്തുന്ന റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരുപക്ഷെ നിയുക്ത മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ ഔദ്യോഗികമായി കാണും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കണം. ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൂടെ, അതായത് ഒരു 10 ദിവസം കഴിഞ്ഞ് 11ാമത്തെ ദിവസമാണ് ആ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ആ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയം, കേരളം കാത്തിരുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി